വിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിച്ച് കഴിയുമ്പോഴത്തേനും മാതാവൊക്കെ ഈശോയെ വയറ്റി വെച്ച് എലിസബത്ത് ഉണ്ണിമതിൻ്റെ അടുത്ത് പോയതുപോലെ നമ്മളും ഇങ്ങനെ ചലിക്കുന്ന ഒരു സക്രാരി ആവുകയാണല്ലോ. ഞാൻ കുർബാന കഴിഞ്ഞിട്ട് ചെയ്യാറുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുർബാന കഴിഞ്ഞ് വീട്ടിലോട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ, എന്നാൽ ഈ നടക്കണ വഴിക്ക് ഞാനിങ്ങനെ ഒരു മാതാവിൻ്റെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ഈശോൻ്റെ ഉള്ളിലിരിക്കുമല്ലേ, അപ്പോൾ തന്നെ ഞാൻ ആ ബോർഡ് നോക്കി ഇങ്ങനെ ഒരു കുരിശ് വരച്ചിട്ട് പറയും, ദൈവമേ ഇന്ന് ഈ ബോർഡ് വായിക്കുന്നവരൊക്കെ വിശദീകരിക്കപ്പെടട്ടെ, ഈശോയെ നിൻ്റെ സ്നേഹം അവരുടെ ഹൃദയത്തിൽ നിറയട്ടെ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ വരുവാണെങ്കിൽ ഞാൻ പറയും, ദൈവമേ ഇന്ന് ആ ഓട്ടോറിക്ഷ കയറുന്നവരൊക്കെ ഇങ്ങനെ വിശദീകരിക്കപ്പെടട്ടെ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് സാധിക്കുന്ന രീതിയിൽ ഈശോയെ ഇങ്ങനെ അവരിലേക്കൊക്കെ ഇങ്ങനെ എത്തിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഇടവകയിൽ 3ാം ക്ലാസ്സിൽ വേദപാഠം പഠിപ്പിക്കുന്നുണ്ട്. വേദപാഠത്തിന് പിള്ളേർ വരുമ്പോഴത്തേനും ഇങ്ങനെ 3ാം ക്ലാസ്സിലെ പിള്ളേരായി, കുഞ്ഞു പിള്ളേരാണ്, ഭയങ്കര കുരുത്തക്കേടൊക്കെ ആയിരിക്കും. അപ്പോഴത്തേനും ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചേറ്റ് നിന്ന് ഇങ്ങനെ കൈ പിടിച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവരെ എല്ലാവരുടെയും നെറ്റിയിൽ കൂടെ ഓരോ കുരിശ് വരച്ച് അവരെ അങ്ങ് ഇരുത്തും. ഈ കുരിശ് വരച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അത്രയും നേരം ഇങ്ങനെ പിരിപിരുത്തോണ്ടിരുന്ന പിള്ളേരായിരിക്കും. അത് കഴിഞ്ഞ് ആ കുരിശ് വരച്ച് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും, അങ്ങോട്ട് കുരിശ് വരച്ച് അവിടെ അങ്ങ് ഇരുത്തും പിള്ളേർ പിന്നെ അങ്ങ് അടങ്ങിയിരുന്നു.